Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ എൻഡവറിന്റെ അണ്ടറിൽ വളരെയധികം കാര്യമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ചെക്കൻ ഇസുക്ക് അവനാണെങ്കിൽ ഇപ്പൊ ഡോറയെ കുറിച്ചും പ്രൊഫയെ കുറിച്ചും ഓർമ്മ വരും. നമ്മളിവിടെ ഇത്രയും ായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അവര് ഇതിനെ കഴിഞ്ഞും അപ്പുറത്ത് ബുദ്ധിമുട്ടോട് കൂടെ ട്രെയിൻ ചെയ്യുകയായിരിക്കും. അവര് മാത്രമല്ല ബാക്കിയുള്ള ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇക്കുവിന്റെ ഏജൻസിയിൽ തീർച്ചയായിട്ടും ഡോറയ്ക്കും പ്രൊഫയ്ക്കും ഒരു ടഫ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയായിരിക്കും എന്ന് അവൻ ചിന്തിക്കും. കട്ട് ചെയ്ത ഇവിടെ ഡോറയെ കാണിക്കും. അവളാണെങ്കിൽ ഏജൻസിയിൽ ഞാനൊരു പുതിയ കോസ്റ്റ്യൂം ഇട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റൈലായിട്ട് ഹായ് ആയിട്ട് നിൽക്കുകയാണ്. റഫി ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് പുതിയ കോസ്റ്റ്യൂം ഇട്ടതെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഡോറയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇസക്ക് പയ്യനെ ഹഗ് ചെയ്ത കാര്യം ആലോചിക്കും. അതെനിക്ക് പറയാൻ കഴിയില്ല, അത് സീക്രട്ട് ആണെന്ന് പറഞ്ഞ് നാണിച്ച് മുഖമൊക്കെ ചോപ്പിച്ച് അവൾ അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു ഹായ് ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ന്യൂ സിറ്റിയിൽ വലിയൊരു ഡ്രഗ് ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു ഫാക്ടറി പൊട്ടിത്തെറിച്ചു എന്ന ന്യൂസ് അവർ ശ്രദ്ധിക്കുക. ഇവിടെ ഡോറയ്ക്കാണെങ്കിൽ ഡ്രഗ് ട്രിഗർ എന്താണെന്ന് അറിയില്ല, പക്ഷെ നെജീരയ്ക്കാണെങ്കിൽ അത് നന്നായിട്ട് അറിയാം. ഒരു ഡ്രഗ് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നവരുടെ പവർ അതങ്ങനെ 10 മടങ്ങായി മാറും. കരീഷ്മ ഇതിനു മുൻപ് ഫൈറ്റ് ചെയ്തപ്പോൾ അവളുടെ ഓപ്പണന്റ് ആയിരുന്നവൻ ആ ഒരു പവർ യൂസ് ചെയ്ത് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് അവന്റെ പവർ അൾട്ടിമേറ്റ് ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയി. ആക്ച്വലി ഒരു പവർ ബൂസ്റ്റിംഗ് ഡ്രഗ് ആണ്. അത് വളരെയധികം അപകടകാരിയാണ്. ഇപ്പോ നേഷം മുഴുവൻ അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ആ ബിൽഡിംഗ് തകർന്നത് കൊണ്ട് തന്നെ ഇനി അതിന്റെ സപ്ലൈ നിലയ്ക്കുമെന്ന് പറയും. അത് കേട്ട് പെണ്ണാണെങ്കിൽ അവിടേക്കും ഒന്ന് പറയും. അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താനൊന്നും ആർക്കും കഴിയില്ല, അതിപ്പോഴും സ്പ്രെഡ് ആവുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അത് പൊട്ടിത്തെറിക്കുന്നൊന്നും മനസ്സിലാക്കിയ മുൻപ് തന്നെ അവരതെല്ലാം ചിലപ്പോ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. റെയ്ക്കു ആണെങ്കിൽ അത് ശരിവെക്കും. അതെ, ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേഷനെ ഡൈവേർട്ട് ചെയ്യാനായിരിക്കും അപ്രകാരം അവർ തന്നെ പ്ലാൻ ചെയ്തത്. ഡോറയാണെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇപ്പൊ വലിയൊരു നീല കപ്പൽ കാണിക്കും. അതിലാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ആരോ ചേർന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറൈൻ സൂപ്പർ ഹീറോസ് കപ്പൽ നിർത്തിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും, പക്ഷെ അതാണെങ്കിൽ നിർത്താതെ വിട്ടുപോവാണ്. മറൈൻ ഫോഴ്സിലുണ്ടായിരുന്ന സിൽക്കി പയ്യൻ അവനും അവന്റെ അസിസ്റ്റന്റും ചേർന്ന് കപ്പലെടുത്ത് ഇപ്പൊ ആ ഒരു കപ്പലിനെ ഫോളോ ചെയ്യാണ്. കപ്പൽ നിർത്താനായിട്ട് സിൽക്കി പയ്യൻ ആവശ്യപ്പെടും. മുൻപിലുള്ള കപ്പലിൽ നിന്ന് ആരോ ഒരാൾ പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ ഒരു സൂചി എടുത്ത് അവന്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യും. അടുത്ത നിമിഷം അവന്റെ ബോഡി മുഴുവൻ ദ്വാരം ക്രിയേറ്റ് ആയി. ഇതിൽ നിന്ന് പുകയൊക്കെ പുറത്തേക്ക് സ്പ്രെഡായി അവിടെ മുഴുവൻ പുക അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ വിഷൻ അത് ബ്ലർ ആക്കാനാണ് ആ ഒരു വില്ലൻ അപ്രകാരം ചെയ്തത്. അവനാണെങ്കിൽ കാര്യം പിടികിട്ടും. ട്രിഗറിന് പേരുള്ള ആ ഒരു ബൂസ്റ്ററാണ് അവനിപ്പോൾ എടുത്തത്. അതുകൊണ്ടാണ് അപ്രകാരം വലിയ തോതിൽ പുക അവിടെ സ്പ്രെഡ് ആയതും ഇവരുടെ വിഷൻ അത് നഷ്ടപ്പെട്ടതും. അദ്ദേഹമാണെങ്കിൽ റഡാറിൽ ചെക്ക് ചെയ്യും. റഡാറിലാണെങ്കിൽ ഇപ്പോൾ കപ്പലിന്റെ ലൊക്കേഷൻ അത് വളരെയധികം മിസ്റ്റേക്കിലായിരിക്കും കാണിക്കാനായിട്ട് തുടങ്ങുക. ഒരു നിമിഷം അവരുടെ കപ്പലിലേക്ക് ഇൻഫർമേഷൻ വരും. ആ ഒരു ട്രിഗറിന് പേരുള്ള ആ ഒരു കെമിക്കൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ വലിയ ഫാക്ടറി അത് നശിച്ചു പോയി. സോ അവിടെ ഉണ്ടായിരുന്ന കെമിക്കൽസ് എല്ലാം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്ന ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കും. ഇപ്പോ അവർക്ക് കാര്യം പിടിയിട്ടും ഒരു കപ്പലിലാണ് ഇപ്പൊ വില്ലന്മാരെല്ലാവരും ആ ഒരു കെമിക്കൽസ് എല്ലാം കടത്തിക്കൊണ്ട് പോകുന്നത്. എത്രയും വേഗം ആ കപ്പൽ പിടിക്കണമെന്ന് അവർ പരസ്പരം പറയും. സെറീസ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് കപ്പൽ പുറത്തേക്ക് കൊണ്ടുവരും. അവരെ അവിടെ എവിടെയും കാണാനില്ല. ഉറപ്പായാലും അവർ അധികം ദൂരം രക്ഷപ്പെട്ടു പോകാൻ വഴിയില്ല. അടുത്തുള്ള ആ ഒരു സെറീസ് ഐലാൻഡ് ആയിരിക്കും അവർ തൽക്കാലത്തേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി മാറിയിട്ടുണ്ടാവുക. അവിടേക്ക് പോവാണെങ്കിൽ ഉറപ്പായാലും അവരെ കണ്ടെത്താൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നതെന്ന് അദ്ദേഹം പറയും. ഒറ്റയ്ക്ക് അവരെ കണ്ടെത്താനായിട്ട് കഴിയില്ല. എത്രയും വേഗം റൈക്കു ഏജൻസിയുമായിട്ട് നമ്മളൊരു ടീം അപ്പ് ക്രിയേറ്റ് ചെയ്യണം. കാരണം അവരുടെ കയ്യിൽ ആ ബൂസ്റ്റർ ഡ്രഗ് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ അവർക്ക് വളരെ വലിയ പവർ പോലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല അവരിപ്പോ പോയി ഒളിച്ചിരിക്കുന്ന ഐലാൻഡ് അത് വളരെ റിസ്ക് ഏറിയ ഒരു ഐലാൻഡാണ്. സോ ടീം അപ്പ് ചെയ്ത് മാത്രമേ അവരെ സ്കൈയിലൂടെയും കടലിലൂടെയും കരയിലൂടെയും അറ്റാക്ക് ചെയ്താൽ അവരെ പിടിക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്താ ഇവിടെ റെയ്ക്കു ഏജൻസിയിൽ അവർ റിക്വസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രൊഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അസോസിയേറ്റ് ചെയ്ത് വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു മിഷൻ ഏറ്റെടുക്കാൻ അവൾ എക്സൈറ്റഡ് ആണ്. ഡോറ, പ്രൊഫി അവരെ 3 പേരെയും കൂട്ടിയിട്ട് ഇപ്പൊ മിഷന് വേണ്ടി അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും ഒത്തുകൂടുകയാണ്. റെയ്ക്കോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം ഷെയർ ചെയ്ത് അവരെല്ലാവരും ഇപ്പൊ ഒറ്റക്കെട്ടായി ഒരു ടീമായി അവരെ പിടിക്കാനായിട്ട് ഒരുങ്ങും. പ്രൊഫി ആണെങ്കിൽ അവരോട് താങ്ക്സ് പറയാണ്. മുൻപ് അവളെ ട്രെയിനിങ്ങിന് അവരാണ് എടുത്തത്. ആവശ്യമായിട്ടുള്ള നല്ല ട്രെയിനിങ്ങും സ്കിൽസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവളെ കൊണ്ട് ഒരു സൂപ്പർ ഹീറോയായി മാറാനും ഇവിടെ വരെ എത്താനും സാധിച്ചത്. സിൽക്കിയാണ് അവളെ അത്രയധികം ഡെവലപ്പ് ആക്കിയത്. ഉടനെ സിൽക്കി ആണെങ്കിൽ അവളോട് പറയും, എനിക്കത് അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം, നീ ഇപ്പോ ഒത്തിരി വളർന്നിരിക്കുകയാണ്. പ്രൊഫി ആണെങ്കിൽ അവൾ പ്രൊവിഷണൽ ലൈസൻസ് എടുത്ത കാര്യം അവരോട് പറയും. അത് കേട്ട് എല്ലാവർക്കും ഒരുപാട് അഭിമാനവും സന്തോഷവും. പ്രൊവിഷണൽ ലൈസൻസ് വാങ്ങിയ നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ അവരോട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബീച്ചിൽ എൻജോയ് ചെയ്ത്
ബോൾ കളിക്കണം എന്ന് പറയും. അത് കേട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവർ ബോൾ കളിക്കുകയാണ്. ആ ട്രിഗർ ഷിപ്പ് ഇപ്പൊ ഐലാൻഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. നൈറ്റ് ആവുമ്പോഴേ അവർ പുറത്തേക്ക് വരൂ. അതുകൊണ്ട് തന്നെ ഇവർ അത്രയും സമയം റിലാക്സ് ചെയ്യട്ടെ. അവരിങ്ങനെ റിലാക്സ് ചെയ്യുന്നത് കാണാൻ എനിക്ക് സന്തോഷമാണെന്ന് പറയും. ഇവിടെ അവരാണെങ്കിൽ ബോളൊക്കെ കളിച്ച് മീനുകളുടെ കൂടെയൊക്കെ നീന്തി അങ്ങനെ എൻജോയ് ചെയ്യും. അവരാണെങ്കിൽ റിലാക്സ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന അതേ സമയം മറ്റൊരു ഭാഗത്ത് ഒരു ഗുഹയ്ക്കും കല്ലുകൾക്കിടയിലുമായിട്ട് ആ വില്ലുമാരുടെ കപ്പൽ കാണിക്കും. അവരാണെങ്കിൽ കല്ലുകൾക്കിടയിൽ അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല, അവർ നമ്മൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യും. ഇവിടെ ആയതിനു ശേഷം എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് അവരാണെങ്കിൽ പരസ്പരം പറയും. ഇനി ആരെങ്കിലും നമുക്ക് എതിരായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഡ്രഗ് അത് വെച്ച് നമുക്ക് അവരെ നേരിടാമെന്ന് പറയും. അങ്ങനെ സമയം കടന്നുപോയി ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പ്ലാനുകൾ അത് ആസൂത്രണം ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ കണ്ടെത്താനുള്ള പ്ലാനുകൾ അതങ്ങനെ തെരഞ്ഞു പിടിക്കും. ഡോറയെയും പ്രൊഫിയെയും ഇപ്പൊ കപ്പലില് സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞയക്കും. നെജീറിയൻ ടീമും ആണെങ്കിൽ ഇപ്പൊ സ്കൈയില് അവരെ അന്വേഷിക്കുകയാണ്. എയ്ക്കോ ആണെങ്കിൽ ഞൊടിയടയിൽ ഡ്രാഗണായി മാറി പറന്നു പോകും. നെജീറിയ ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവളും അവനോടൊപ്പം തന്നെ പറന്നുപോയി അവരെ അന്വേഷിക്കുകയാണ്. ഇവിടെ കപ്പലിൽ പോയ നമ്മുടെ ആൾക്കാർ അവർ നല്ല സ്പീഡിൽ ഐലാൻഡിന്റെ മുക്കിലും മൂലയിലും അവരുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആണെങ്കിൽ പ്രൊഫിയോട് പറയും, നമുക്ക് കടലിന്റെ അടുത്തട്ടിലേക്ക് പോയി അവരെ അന്വേഷിക്കാം. സോളാർ സൗണ്ട് അതുപയോഗിച്ച് എനിക്ക് അവരെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ കടലിലേക്ക് എടുത്തു ചാടും. ഡോറയൻ ടീമും ആണെങ്കിൽ കപ്പലിൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ റൈക്കും ടീമും ആണെങ്കിൽ പറന്നു കടന്ന് നോക്കുകയാണ്. പക്ഷെ ആർക്കും എവിടെയും ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് അന്വേഷിക്കുന്ന അതേ സമയം ഇപ്പൊ ആ വില്ലന്മാരാണെങ്കിൽ നൈസായിട്ട് കടലിലേക്ക് കപ്പലുമായിട്ട് ഇറങ്ങുകയാണ്. സിൽക്കി ആണെങ്കിൽ അവരുടെ കപ്പൽ പോയിന്റ് ചെയ്യും. സോണാർ സൗണ്ട് ഉപയോഗിച്ച് അവനാണെങ്കിൽ ആ കാര്യം ശരിയെ അവളെ അറിയിക്കും. കപ്പലാണെങ്കിൽ ഇപ്പോ ആ ഒരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അവരാണെങ്കിൽ ഇപ്പൊ റേക്കുവിനും പാസ് ചെയ്യും. റേക്കുവും ടീമും ആണെങ്കിൽ അവിടേക്ക് പറന്നു വരുന്നത് കണ്ട ആ ഒരു വില്ലന്മാര് അവരാണെങ്കിൽ നേരത്തെ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ച് അവിടെ ശക്തി അത് ബൂസ്റ്റ് ചെയ്ത് അവിടെ മുഴുവൻ അങ്ങനെ ഫോഗ് കൊണ്ട് നിറച്ച് ഇപ്പോ റേക്കുവിന്റെ ആ ഒരു വിഷൻ അതങ്ങനെ ഹൈഡ് ചെയ്യുകയാണ്. പക്ഷെ കപ്പലിനടിയിലുണ്ടായിരുന്ന പ്രൊഫിയാൻ ടീം അവരാണെങ്കിൽ നൈസായിട്ട് കപ്പലിനെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് കടന്നു വരും. അതിനുശേഷം പുക സ്പ്രെഡ് ചെയ്ത് അവനെ ആളാണെങ്കിൽ ആഞ്ഞടിച്ച് താഴെയിടും. ആണെങ്കിൽ കപ്പലിന്റെ ഉള്ളിലേക്ക് ഓടി വരും. കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നവൻ ആ ഒരു മരുന്ന് അതെടുക്കാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം അവനെ അടിച്ച് തെറിപ്പിച്ച് ബാക്കി ഉണ്ടായിരുന്നവരോട് കപ്പൽ നൈസായിട്ട് അവര് പിടിച്ചെടുത്തു എന്ന് പറയും. ഇവിടെ റേക്കു ആണെങ്കിൽ ആ പുകയൊക്കെ അല്പം നീങ്ങിയതിനു ശേഷം താഴേക്ക് നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ കപ്പലിന് മുകളിൽ തുണിയിട്ട് മൂടി വെച്ചിരുന്നത് പ്ലെയിൻ ആണ്. അതുപയോഗിച്ച് അവരിപ്പോ മുകളിലേക്ക് പറന്ന് പൊന്തുകയാണ്. പ്രൊഫി ആണെങ്കിൽ നാക്കുപയോഗിച്ച് ആ എയ്റോപ്ലെയിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൾ പരാജയപ്പെടും. അതുകൊണ്ട് റേക്കോ ആണെങ്കിൽ നല്ല സ്പീഡിൽ പറന്നു പോവും. ഇവിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവർ നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ഓർത്ത് ഒരുപാട് ടെൻഷൻ. ആ സമയത്ത് ഇവിടെ സീരിയസ് ആണെങ്കിൽ ഇപ്പൊ ഡോറയെ മീൻ പിടിക്കുന്ന ആ ഒരു കമ്പയിലിരുത്തി കറക്റ്റായിട്ട് ഇപ്പോ ആ ഒരു വിമാനത്തിന് എയിം ചെയ്യും. ഡോറയെ ഞൊട്ടിയിടയിൽ അവൾ അങ്ങനെ ആഞ്ഞടിക്കും. അവളാണെങ്കിൽ തെറിച്ചു പോയി ആ ഫ്ലൈറ്റിന്റെ അടുത്തെത്തുമ്പോൾ അവൾ ഒരു കയറിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ അങ്ങനെ പിടിച്ചു നിൽക്കും. പിന്നീട് പതിയെ അകത്തേക്ക് വന്ന് ഗ്രാവിറ്റി പവർ ഉപയോഗിച്ച് ആ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരുന്ന അവനെ പിടിച്ചു വലിച്ച് അവനെ അറഞ്ചം പുറഞ്ഞ് തല്ലി താഴെയിടും. ഫ്ലൈറ്റ് ആണെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് ആടി ഒലയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഡോറയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ അറിയില്ല. മാസ്റ്റർ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അതനുസരിച്ച് ക്ലിയർ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ കപ്പലിന്റെ ഉള്ളിൽ ആ ഫ്ലൈറ്റിനുള്ളിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അത് തകർന്ന് കടലിൽ വീണ് കഴിഞ്ഞാൽ വലിയ ആപത്തുണ്ടാവും. സോ എങ്ങനെയെങ്കിലും അത് ക്രാഷ് ചെയ്യിപ്പിക്കാതെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിപ്പിക്കണം. മാസ്റ്റർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഫ്ലൈറ്റ് അത് സീറോ ഗ്രാവിറ്റിയിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവളോട് പറയും. അതിനവൾ പറയും, അയ്യോ ഇല്ല, ഇതിന് ഭയങ്കര വെയിറ്റ് ആണ്, അത്രയും വെയിറ്റ് എനിക്ക് സീറോ ഗ്രാവിറ്റിയിലേക്ക് മാറ്റാനാവില്ല. ഫ്ലൈറ്റ് ആടി ഒലയെന്ന് കണ്ട നെജിറോ ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഫ്ലൈറ്റ് പതിയെ കൺട്രോൾ കൊണ്ടുവരും. എയ്ക്കോ ആണെങ്കിൽ മുകളിലൂടെ വന്ന് ആ ഒരു ഫ്ലൈറ്റ് താഴേക്ക് പുള്ള് ചെയ്യും. ആ സമയം ഇവിടെ നമ്മൾ ഡോറയാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ ആ ഫ്ലൈറ്റിനെ സീറോ ഗ്രാവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് പതിയെ കടലിൽ ലാൻഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു വിധത്തിൽ അവരാണെങ്കിൽ ആ ഒരു ഇല്ലീഗൽ ഡ്രഗും അതുപോലെ തന്നെ അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവരെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോ പിടിച്ചെടുത്ത ആൾക്കാരെ ചെക്ക് ചെയ്യും. അവർ ജസ്റ്റ് ഒരു ഡെലിവറി ഏജൻസ് മാത്രമാണ്. അവർക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയില്ല. ഒരുപാട് നേരം അവരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ആ സ്മഗ്ലേഴ്സ് അവർ ഒത്തിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് കിട്ടുക. അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും അവർക്ക് കിട്ടില്ല. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു നീലത്തലയനെ കാണിക്കും. അവനാണെങ്കിൽ ടെററായിട്ട് പറയും, ഓ ആ സൂപ്പർ ഹീറോസ് അവർ അതെല്ലാം പിടിച്ചെടുത്തോ, പക്ഷെ കുഴപ്പമില്ല, ആവശ്യമായതെല്ലാം ഇപ്പോഴും നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.